നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഗുരുവായൂർ ഏകാദശി നാളിൽ നൂറുകണക്കിന് ഭക്തർ മോക്ഷപ്രാപ്തിക്കായി തിരുവില്ലാമല പുനർജനി നൂഴലിനെത്തി. ഗുരുവായൂർ ഏകാദശി നാളിൽ നൂറുകണക്കിന് ഭക്തർ മോക്ഷപ്രാപ്തിക്കായി തിരുവില്ലാമല പുനർജനി നൂഴലിനെത്തി. രാവിലെ 5 മണി മുതലാണ് ചടങ്ങ് ആരംഭിച്ചത്. ഇന്നലെ വൈകുന്നേരം ക്ഷേത്രത്തിൽ നിന്ന് ടോക്കൺ വാങ്ങിയവരാണ് പുനർജനി നൂഴുന്നതിനായി എത്തിയത്. തിരുവില്ലാമല ക്ഷേത്രം, ദേവസ്വം, പഞ്ചായത്ത്, സർക്കാർ വകുപ്പ്, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പുവരുത്തിയിരുന്നു. മലയിലെ ഒരു പാറയിടുക്കിലൂടെ 100 മീറ്ററോളം നീളമുള്ള ഒരു പ്രകൃതിദത്ത തുരങ്കമാണ് പുനർജനി ഗുഹ. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് കിഴക്ക് ഭാഗത്തായി 2 കിലോമീറ്റർ അകലെയാണ് പുനർജനി ഗുഹ. ഈ തുരങ്കത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് നൂഴൽ നടത്തിയാൽ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഒരാൾക്ക് പുനർജന്മം സംഭവിക്കുന്നു എന്നാണ് വിശ്വാസം. പുരുഷന്മാർക്ക് മാത്രമേ നൂഴൽ നടത്തുവാൻ അനുവാദമുള്ളൂ. സ്ത്രീകൾക്കും ഗുഹ സന്ദർശിക്കുവാൻ അനുവാദമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാൾ ഗുരുവായൂർ ഏകാദശി ദിവസത്തിൽ നൂഴൽ നടക്കുന്നു. അല്പദൂരം നിവർന്നു നടക്കാം, പിന്നെ കുമ്പിട്ടു നീങ്ങാം, പിന്നെ വടക്കു പടിഞ്ഞാറോട്ട് ചരിഞ്ഞു പോകണം, പിന്നെ കിഴക്കോട്ട് മലർന്ന് നിരങ്ങി നീങ്ങണം. അകത്ത് വെളിച്ചം തെളിയിക്കില്ല. 600-800 പേർക്ക് നൂഴാനുള്ള സമയമേ ഉള്ളൂ. ഏകാദശി ദിവസം തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം തുറന്ന അമ്പലത്തിലെ പൂജകൾക്ക് ശേഷം മേൽശാന്തിയും മറ്റുള്ളവരും ഗുഹാമുഖത്ത് ചെന്ന് പത്മമിട്ട പൂജ നടത്തും. മുകളിൽ നിന്ന് നെല്ലിക്ക ഉരുട്ടിവിടും. അത് താഴെ ഗുഹാമുഖത്തെത്തിയ ശേഷമാണ് പുനർജനി നൂഴൽ തുടങ്ങുന്നത്. കിഴക്കുമലയുടെ വടക്കേ ചെരുവിലെ ഒരിക്കലും പറ്റാത്ത ഗണപതി തീർത്ഥം സ്പർശിച്ചു വേണം പുനർജനിയിലേക്ക് പോകുവാൻ. ശ്രീ പരശുരാമൻ 21 പ്രാവശ്യം ലോകം ചുറ്റി കൊന്നൊടുക്കിയ ക്ഷത്രിയരുടെ പ്രേതങ്ങൾക്ക് വീണ്ടും ജന്മമെടുത്ത് പാപനിഗ്രഹം ചെയ്യാൻ പറ്റാത്തതിനാൽ ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവ് പണിതതാണ് ഈ ഗുഹയെന്ന പുരാണം. ദേവേന്ദ്രൻ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, മറ്റു ദേവന്മാരും ഗുഹ നിർമ്മാണ സമയത്തുണ്ടായിരുന്നുവത്രേ. പരശുരാമൻ 101 തവണ പുനർജനി നൂണ്ട് പാപമോചനം നേടിയിട്ടുണ്ടത്രേ.